ശബ്ദചിഹ്നം ഇംഗ്ലീഷിൽ ഗ്രാമലോഗ്സ് ഓർ ഷോർട്ട് ഫോംസ്, മലയാളത്തിലെ പ്രത്യയങ്ങളും അടയാളങ്ങളും. ശബ്ദചിഹ്നം को बिना हमको സെൻറ്റൻസ് नहीं लिखता है. ശബ്ദചിഹ്നം ഇല്ലാണ്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല. പിന്നെ ശബ്ദചിഹ്നത്തിൻ്റെ ഏറ്റവും പ്രധാന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർ നഹി ലിഖ്തി ഹെ, സ്വരം ഇടില്ല, വവൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല, ചെറിയ ഡാഷ് ഡോട്ടൊക്കെയാണ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിച്ചോളാം നിങ്ങൾ. ബിക്കോസ് ഇതൊക്കെ പ്രിപ്പോസിഷൻസ് പോലെ സെൻറ്റൻസിലൊക്കെ വരണം. ഇല്ല, ഇതൊന്നും ഇല്ലാണ്ട് ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് വി കനോട്ട് റൈറ്റ് വിത്തൗട്ട് ദിസ് ശബ്ദചിഹ്നം. സോ യു മസ്റ്റ് ലേൺ ദിസ് ശബ്ദചിഹ്നം ബൈ ഹാർട്ടഡ്. എവറി ചാപ്റ്റർ, ദിസ് ഈസ് ചാപ്റ്റർ 3, എവറി ചാപ്റ്റർ ദർ വിൽ ബി സം ശബ്ദചിഹ്നം. ഓക്കെ, അപ്പം ശബ്ദചിഹ്നെ പറ്റി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പറയാം. ഹർ ഭാഷാ മേ ബഹുത് സേ ശബ്ദ് ഐസേ ഹോത്തെ ഹേ. ഓരോരോ ഭാഷകളിലും ധാരാളം ശബ്ദങ്ങൾ ഒരേപോലെ ഉണ്ടാവും. ജിൻകാ പ്രയോഗ ബഹുതായത് സേ ഹോത്താ ഹേ. അത് ഒരുപാട് പ്രാവശ്യം ഓരോ സെൻറ്റൻസിലും വരും, ഒരുപാട് പ്രാവശ്യം. അതില്ലാണ്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. ഹിന്ദി കെ ഐസേ ശബ്ദ്, അതേപോലെ തന്നെ ഹിന്ദിയിലും തഥാ कार की विभक्ति के लिए शॉर्टहैंड में एक अकेला चिन्ह निवार्य कर दिया गया है. അതേപോലെ തന്നെ ഹിന്ദിയിൽ ഈ വിഭക്തി കാരക് വിഭക്തി, അതായത് പ്രിപ്പോസിഷൻസ് എന്നൊക്കെ പറയാം. ഷോർട്ട് ഹാൻഡിൽ, ഹിന്ദി ഷോർട്ട് ഹാൻഡിൽ നിർബന്ധമായിട്ട് കുറേ ഉണ്ട്. ശബ്ദചിഹ്നം कहते हैं तदा ए സുവിധാനുസാർ. ഈ ശബ്ദചിഹ്നമൊക്കെ പറയുന്ന ചിലതൊക്കെ രേഖാക്കെ ഊപ്പർ, രേഖയുടെ മുകളിൽ, രേഖാപ്പർ, രേഖയിൽ, യാ രേഖാക്കോ കാട്ടേ ഹുയെ ത്രൂ ദി ലൈനും ലിഖേ ജാത്തേ ഹെ, എഴുതാൻ പറ്റും. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊന്നും ഇല്ലാണ്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല. വി ആർ ഗോയിങ് ടു റൈറ്റ് സെൻറ്റൻസസ് നൗ ഓൺവേഴ്സ്. ഇപ്പോൾ വവൽസൊക്കെ 10 പഠിച്ചു കഴിഞ്ഞു, വ്യഞ്ജനമൊക്കെ പഠിച്ചു കഴിഞ്ഞു. എങ്ങാനും വല്ലരും മറന്നുപോയാൽ പ്രീവിയസ് ചാപ്റ്റേഴ്സ് യു റിവൈസ്, ദെൻ ഇറ്റ് ഈസ് ഓക്കെ. അപ്പോൾ ഇനി അതിനുള്ള കാര്യങ്ങൾ പറയാണ്. കീനും കീനും താഴ്ന്ന് മുകളിലോട്ട്, നീച്ചേസെ ഊപ്പർ, എ ഷോർട്ട്, എ ടിക്ക്, എ ഷോർട്ട് ടിക്ക്, ലൈറ്റ്, ഓൾ ഓഫ് ദം ആർ ലൈറ്റ്. കീ രണ്ടിനും ഒന്ന്. കാ എന്ന് പറയണ കാ, ലെഫ്റ്റ് റൈറ്റ് ബൈൻഡ് ചെയ്തായ ചെറിയ ടിക്കാണ്. ഇതൊന്നും കാ പോലെയല്ല. ഇതൊക്കെ ഊപ്പർ സേ, ഊപ്പർ, ലൈൻ കാ ഊപ്പർ, ലൈൻ കാ ഊപ്പർ, കോ ലൈൻ പർ ലിഖ്തേ ഹേ. അപ്പോൾ അത് ഈ കാ തന്നെ ലൈൻ പർ എഴുതി കഴിഞ്ഞാൽ അത് കോവായി. ഇനി കെ എന്ന് പറയണത് ഈ കീന്ന് എഴുതിയത് അത് ഓൺ ദി ലൈൻ, ലൈൻ പർ എഴുതി കഴിഞ്ഞാൽ നീച്ചേസെ ഊപ്പർ, അതാണ് ഡാഷ് ഇട്ടിരിക്കണേ. ഈ ഡാഷ് ഇട്ടിരിക്കണ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുകളിൽ നിന്ന് താഴോട്ട് എഴുതാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്, ഇങ്ങനെ തന്നെ എഴുതണം. അതേപോലെ ലെഫ്റ്റ് റൈറ്റ് കേട്ടോ. കെ ഇത് ഓൺ ദി ലൈൻ എഴുതിയാൽ അത് കെ ആയി. അപ്പോൾ കീ എബൌവ് ദി ലൈൻ, കെ ഓൺ ദി ലൈൻ. ഇനി നേ റൈറ്റ് സൈഡിലാണ്, മുകളിൽ നിന്ന് താഴോട്ട്, ഊപ്പർ സെ നീച്ചേ. അപ്പോൾ കീ റൈറ്റ് സൈഡിലാണ് സ്ലോപ്പ്. നമ്മൾ ജെ എന്നൊക്കെ എഴുതില്ലേ, അതേമാതിരി ഈ നേ പി ബി എന്നൊക്കെ എഴുതില്ലേ, അതേപോലെ ഒരു ചെറിയ ഷോർട്ട് ടിക്കാണ്. ഇതൊക്കെ ലൈറ്റാണ് എല്ലാം കേട്ടോ. ഇനി ഏ കിയേ, ഏക്കില്ലാണ്ട് വരും, ഏക്ക് കിയാക്കി, 3 എണ്ണത്തിനും കൂടി ഒരു കെ, നമ്മുടെ ക लाइन का ऊपर लिखता है, लेफ्ट टू राइट. മനസ്സിലായോ? ഏക്കും വരാം, കിയാവും വരാം, കിയേം. അക്കോർഡിംഗ് ടു ദി മീനിങ് ഓഫ് ദ സെൻറ്റൻസസ് വി ക്യാൻ യൂസ് ഏക് ഓർ കിയ ഓർ കിയേം.
തോ ജിത്ന ജിത്നേ ജിത്നി. ഇതിന് 4 എണ്ണത്തിനും കൂടി നമ്മൾ നേ എഴുതിയില്ലേ ഊപ്പർ, അത് തന്നെ ഓണദിനെ എഴുതിയാൽ ഊപ്പർ സെ നീച്ചെ തോ ജിത്ന ജിത്നേ ജിത്നി ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇത് ഊപ്പർ, ലൈൻ കാ ഊപ്പർ, ലൈൻ പർ ഒക്കെ വളരെ വളരെ ശ്രദ്ധിച്ചോളണം. അല്ലെങ്കിൽ ഇത് ലൈൻ കാ ഊപ്പർ എഴുതി കഴിഞ്ഞാൽ നേ ആയിപ്പോവും. ക കഹ കഹേ അധിക്, ഈ ക എഴുതിയില്ലേ ലൈൻ കാ ഊപ്പർ, അത് തന്നെ ലൈൻ പർ എഴുതി കഴിഞ്ഞാൽ ക കഹ കഹേ അധിക്. ഇതിലേത് 4 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വരാം, ഏത് വേണമെങ്കിലും വരാം. ഇനി ഹേ ഒരു കുത്ത് ലൈൻ കാ ഊപ്പർ, ഹേ ഹൂ ഹി, ആ കുത്ത് തന്നെ ലൈൻ പർ എഴുതി കഴിഞ്ഞാൽ അത് ഹേ ഹൂ ഹീമായി. ഇനി മേം, ഇവിടെ ഇത് ഡോട്ട് ഉണ്ട് കേട്ടോ, ലൈറ്റ് ഡോട്ട്, ഒക്കെ ലൈറ്റാണ്. മേ മുകളിൽ നിന്ന് താഴോട്ട്. ഊപ്പർ ഉസ്, ഇത് തന്നെ ചെറുത്, നമ്മുടെ ടീ എന്നൊക്കെ എഴുതിയ ടീൻ്റെ ഒരു ചെറിയ കഷ്ണം. ഉസ് ലൈൻ പർ. ഉസി വ്യത്യാസമുണ്ട്. ലൈൻ കാ നീച്ചെ, തുടക്കം ലൈന് തൊട്ടിട്ട് താഴോട്ട് എഴുതണം. മാലൂം എം, നമ്മുടെ മ എഴുതില്ലേ, അത് ലൈൻ കാ ഊപ്പർ. ഇനി മേ തും തുമേം, ഇവിടെ മേ, ഇത് മേ ആണ്. മേം തും തുമേം ഉള്ളതിന് ഈ മാലൂം ഓൺ ദ ലൈൻ എഴുതിയാൽ മേം തും തുമേം ഇതിൽ ഏത് വേണമെങ്കിൽ ആവാം, മനസ്സിലാക്കണം. അപ്പോൾ തെറ്റ് എഴുതരുത്. മാലൂം എഴുതണമെങ്കിൽ മുകളിൽ എഴുതണം. മേം തും തുമേം ഇതിൽ ഏത് വേണമെങ്കിൽ ആവണമെങ്കിലും ലൈൻ പർ. പിന്നെ പൂർണ്ണ വിരാമം, ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ് എങ്ങനെയാണ് എഴുതാൻ? ഇത് ക്രോസ് ഇൻറ്റു. നമ്മൾ കുത്തിട്ട എന്താവും ഇംഗ്ലീഷിൽ കുത്തിട്ടപ്പോൾ ഹൂഹി ആയിക്കോളും. ഇനി പറയണത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതുമ്പോൾ ഇതാ ഇവിടെ കണ്ടോ തിർച്ചി, ഇവിടെ ദോ തിർച്ചി രേഖ എന്നാ പറയണം. അതിന് പറയണേ ലാമോം കാ ഔട്ട്ലൈൻ കോ നീച്ചെ ദോ ചോട്ടി തിർച്ചി രേഖായേ खींची जाती है. എന്താ അർത്ഥം? നാമങ്ങളുടെ പേരിൽ അതിൻ്റെ അടിയിലായിട്ട് 2 ചോട്ടി തിർച്ചി, 2 ചെറിയ വരകൾ കീഞ്ചി വരയ്ക്കുക. അപ്പോൾ അതൊരു ക്യാപിറ്റൽ ലെറ്ററാണ്, നാമമാണ് നമ്മൾ മനസ്സിലാക്കുക. അനുച്ഛേദ് പാരഗ്രാഫിന് ഇങ്ങനെ 2 വര ഇങ്ങനെ എഴുതണം. പിന്നെ ക്വസ്റ്റ്യൻ മാർക്കും എക്സ്ക്ലമേഷനൊക്കെ ഇങ്ങനെ തന്നെ, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ. ഡാഷിന് ഇങ്ങനെ തന്നെ. അപ്പം നിങ്ങളിതിൻ്റെ മനസ്സിലാക്കിയല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ. ഇതില്ലാണ്ട് നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. നല്ലോണം പഠിച്ചോളണം. ശബ്ദചിഹ്നം ഒരു പേജിൽ എഴുതിക്കൊള്ളണം, ശബ്ദചിഹ്നം മാത്രം. ഇനി എല്ലാ ചാപ്റ്ററിലും ശബ്ദചിഹ്നം കുछ ശബ്ദചിഹ്നം ആത്തെ ഹേ ലൈക്ക് ദിസ്, കുറച്ചായിട്ട് വരും. അപ്പോൾ ഇതില്ലാണ്ട് ഒരു സെൻറ്റൻസ് എഴുതാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. കീ നേ ഉസ് മേ തും തുമേ ഹേ ഹേ ഹൂ ഹീ ഹേ എന്നൊക്കെ ഇല്ലാണ്ട് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് അസലായിട്ട് പഠിക്കണം. എന്താ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടുപിടിക്കാനേ പറ്റില്ല, പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ കൈ ബാർ പ്രാക്ടീസ് കറോ. യു മസ്റ്റ് പ്രാക്ടീസ് സോ മെനി ടൈംസ്. ധാരാളം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. ഇതേപോലെ ധാരാളം ശബ്ദചിഹ്നം വളരെ പ്രധാനമാണ്. ശബ്ദചിഹ്നം ഇല്ലാണ്ട് ഒന്നും എഴുതാൻ പറ്റില്ല. ബാക്കിയൊക്കെ സ്ട്രോക്സിനൊക്കെ നമുക്ക് വവലിടാം, ഇതിന് വവലിടാൻ പറ്റില്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.